എല്ലാവരും പോയെങ്കിൽ പരിശോധിച്ചോളൂ. അയ്യോ, നെറ്റിയില് മാത്രമല്ല നെഞ്ചിലുണ്ട് വേദന. ഡോക്ടർ. ഞാൻ അമ്പിളിയാ. അമ്പിളിയോ? ഓ, അമ്പിളിയമ്മ. അവൻ ആകാശത്ത് ഉദിച്ചു ഉയർന്നു നിൽക്കുന്നു. 1000 നക്ഷത്രങ്ങൾ പൂത്തിരിവട്ടം പരത്തുന്നു. എന്താ അപ്പൂട്ടാ ഇത്? അപ്പൂട്ടൻസ് ക്ലിനിക്. ഞാൻ അപ്പൂട്ടൻ 2,80,110 രൂപ ചെലവാക്കി പഠിപ്പിച്ച. തെറ്റ്. 2,80,112 രൂപ. അപ്പൊ ബോധമുണ്ടല്ലേ? എന്നാലും സീരിയസാ. ഒരു മാസമെങ്കിലും കിടക്കേണ്ടി വരില്ലേ ഡോക്ടർ? വളരെ ചെറിയ മുറിവാ. വെറും 10 മിനിറ്റ് കിടന്നാ മതി. നീ എന്റെ ആൾക്കാരെ തല്ലി ഓടിച്ചു. നിനക്ക് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ലെന്നും എനിക്കറിയാം. നീ കള്ളനാണെങ്കിൽ ഞാൻ പെരുങ്കള്ളനാടാ ചെറ്റേ. കോഴിക്കാടാ. ഞാൻ ആഹാരം കഴിക്കുന്നത് വായിക്കൂടാ. ആസനത്തിലൂടെ അന്നമറക്കുന്ന നീ എന്തിനാടാ എന്റെ ആശുപത്രിയിൽ വന്നത് തെണ്ടി? എടാ എമ്പോക്കി, ഞാൻ കോണവും എടുത്ത് നടക്കുന്ന കാലത്ത് നീ ഉണ്ടായിട്ടില്ല. എന്നോടാണോ നീ? ഇനിയും നിന്നെ വേഷത്തിൽ എന്നടത്തിക്ക. അപ്പൊ എന്റെ അരയില് പുളിയിലക്കര മുണ്ടായിരിക്കൂടാ പുല്ലേ. എടാ നിന്നെ ഞാൻ അപ്പൂട്ടാ, ശരീരം നോക്കണം. എന്തുണ്ടെങ്കിലും നമ്പ്യാരെ അറിയിക്കണം. ഞാനുണ്ട് കൂടെ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? എന്നാ പോട്ടെ മോനെ. ഓ, ശരി ശരി ശരി. രാമൻകുട്ടിയെ, കളക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? സാമാന്യം തെറ്റില്ലാതെ പോകുന്നു. അയ്യോ രാവുണ്ണിയേട്ടാ, വൈകുന്നേരം അപ്പൂട്ടനെ കണക്ക് കൊടുക്കേണ്ടതാ. വിട്. എന്റെ മോള് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് ആരെയാണ് കണക്ക് കൊടുത്ത് ബോധ്യപ്പെടുത്താൻ? ഇങ്ങോട്ട് തരുന്നുണ്ടോ? വിടാൻ. ഇത് രാവുണ്ണിക്ക് തയ്ക്കുന്ന കാശാ. പോടാ. എല്ലാവരും പോയെങ്കിൽ പരിശോധിച്ചോളൂ. അയ്യോ, നെറ്റിയില് മാത്രമല്ല നെഞ്ചിലുണ്ട് വേദന. ഡോക്ടർ. ഞാൻ അമ്പിളിയാ. അമ്പിളിയോ? ഓ, അമ്പിളിയമ്മ. അവൻ ആകാശത്ത് ഉദിച്ചു ഉയർന്നു നിൽക്കുന്നു. 1000 നക്ഷത്രങ്ങൾ പൂത്തിരിവട്ടം പരത്തുന്നു. എന്താ അപ്പൂട്ടാ ഇത്? അപ്പൂട്ടൻസ് ക്ലിനിക്. ഞാൻ അപ്പൂട്ടൻ 2,80,110 രൂപ ചെലവാക്കി പഠിപ്പിച്ച. തെറ്റ്. 2,80,112 രൂപ. അപ്പൊ ബോധമുണ്ടല്ലേ? എന്നാലും സീരിയസാ. ഒരു മാസമെങ്കിലും കിടക്കേണ്ടി വരില്ലേ ഡോക്ടർ? വളരെ ചെറിയ മുറിവാ. വെറും 10 മിനിറ്റ് കിടന്നാ മതി. എടാ പൂട്ടാ, നീ എന്റെ ആൾക്കാരെ തല്ലി ഓടിച്ചു. നിനക്ക് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ലെന്നും എനിക്കറിയാം. നീ കള്ളനാണെങ്കിൽ ഞാൻ പെരുങ്കള്ളനാടാ ചെറ്റേ. കോഴിക്കാടാ. ഞാൻ ആഹാരം കഴിക്കുന്നത് വായിക്കൂടാ. ആസനത്തിലൂടെ അന്നമറക്കുന്ന നീ എന്തിനാടാ എന്റെ ആശുപത്രിയിൽ വന്നത് തെണ്ടി? എടാ എമ്പോക്കി, ഞാൻ കോണവും എടുത്ത് നടക്കുന്ന കാലത്ത് നീ ഉണ്ടായിട്ടില്ല. എന്നോടാണോ നീ? ഇനിയും നിന്നെ വേഷത്തിൽ എന്നടത്തിക്ക. അപ്പൊ എന്റെ അരയില് പുളിയിലക്കര മുണ്ടായിരിക്കൂടാ പുല്ലേ. എടാ നിന്നെ ഞാൻ അപ്പൂട്ടാ, ശരീരം നോക്കണം. എന്തുണ്ടെങ്കിലും നമ്പ്യാരെ അറിയിക്കണം. ഞാനുണ്ട് കൂടെ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? എന്നാ പോട്ടെ മോനെ. ഓ, ശരി ശരി ശരി. രാമൻകുട്ടിയെ, കളക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? സാമാന്യം തെറ്റില്ലാതെ പോകുന്നു. അയ്യോ രാവുണ്ണിയേട്ടാ, വൈകുന്നേരം അപ്പൂട്ടനെ കണക്ക് കൊടുക്കേണ്ടതാ. വിട്. എന്റെ മോള് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് ആരെയാണ് കണക്ക് കൊടുത്ത് ബോധ്യപ്പെടുത്താൻ? ഇങ്ങോട്ട് തരുന്നുണ്ടോ? വിടാൻ. ഇത് രാവുണ്ണിക്ക് തയ്ക്കുന്ന കാശാ. പോടാ. പോകാവോടോ? പോവാം. അപ്പൂട്ടനെപ്പോ നോക്കിയാൽ ആശുപത്രിയിലാണല്ലോ. അതത്ര ശരിയല്ല, എനിക്കിഷ്ടമല്ല. എന്തായിരുന്നു അച്യുതൻ നമ്പ്യാരുമായ ഒരു വർത്തമാനം? ഒരു കുശലാന്വേഷണം. ഞാനും നമ്പ്യാരും വലിയ സുഹൃത്തുക്കളാ. ക്ഷേമാന്വേഷണം കുറച്ചൊക്കെ ഞാനും കേട്ടു. ഇപ്പൊ വേദനയുണ്ടോ? അയ്യോ, ഭയങ്കര വേദനയാ. ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും കിടക്കേണ്ടി വരുമല്ലേ? അത് നിശ്ചയിക്കേണ്ടത് രോഗിയല്ലല്ലോ. ഇപ്പൊ അപ്പൂട്ടന് ഒരു കുഴപ്പമില്ല. എന്തിനാ ഇങ്ങനെ വഴക്കം തല്ലൊക്കെ ഉണ്ടാക്കുന്നത്? ഞാൻ ആരോടും വഴക്കം തല്ലൊന്നും ഉണ്ടാക്കാറില്ല. ഇങ്ങോട്ട് വന്ന് എന്താ ചെയ്യാ? അതൊക്കെ നിർത്തണം. അപ്പൂട്ടൻ ഒരു കുടുംബജീവിതം ആരംഭിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എന്താ, ശരിയല്ലേ? ശരിയാണ്. ഇനി അതങ്ങോട്ട് നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. നീട്ടരുതെന്നാ ഞാനും പറയുന്നേ. എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായാലും ദോഷങ്ങളെ സമൂഹം ശ്രദ്ധിക്കൂ. എത്ര സ്വത്തുണ്ടായാലും കുടിയും തല്ലും ഒക്കെ ഉണ്ടെന്ന് കേട്ടാ ഏത് പെൺകുട്ടി ഒന്ന് അറയ്ക്കും. അതുകൊണ്ടാ ജീവിതം ഇങ്ങനെ വൈകുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞാ അപ്പൂട്ടനനുസരിക്കോ? എന്നാ എനിക്ക് വാക്ക് തരണം. ഇനി കുടിക്കാനും തല്ലുകൂടാനും പോവരുത്. പോവോ? ഇല്ല. സത്യം? സത്യം.
എന്താണ് ഇപ്പൊ വന്നതേ ഉള്ളോ? പണിയുണ്ടായിരുന്നു. ആ, രാത്രിയിൽ ഇവനോടൊപ്പം ഉള്ള യാത്രയൊന്നും വേണ്ട. മറ്റാരും അല്ലല്ലോ, അപ്പൂട്ടനല്ലേ? അവനെ നിനക്ക് അറിയില്ല. പെണ്ണും പിടക്കോഴിയൊന്നും കിട്ടാത്തവനാ. പഠിപ്പിച്ചതിന്റെ കണക്കും പറഞ്ഞ് നാളെ നിന്റെ കെട്ടണമെന്നും പറഞ്ഞ് വന്നാലോ? അപ്പൂട്ടൻ എനിക്കറിയാം, അങ്ങനെയൊന്നും പറയില്ല, ചിന്തിക്ക് പോലുമില്ല. ഓ, ഇനി പെണ്ണിന് അങ്ങോട്ട് പ്രേമം വല്ലതും മൂത്തിട്ടുണ്ടോ? ദൈവത്തെ ആരും പ്രേമിക്കില്ല, ആരാധിക്കുള്ളൂ. ദൈവം. നീ സ്വപ്നത്തിൽ കണ്ട കാമുകനായിരിക്കും ഡോക്ടർ നമ്പൂരി. എന്താത്ര നിശ്ചയം? ഓ, ആലോചിച്ചിട്ട് തല പെരുക്കുക. ഒരു 100 അങ്ങോട്ട് പിടിപ്പിക്ക്, തലയുടെ പെരുപ്പൊക്കെ മാറും. വകറ്റാ ഒഴിക്കടാ. വേണ്ട, അവളുടെ കയ്യിലടിച്ച് സത്യം ചെയ്തതല്ലേ, ഇനി ഞാൻ തൊടില്ല. ഞാൻ മാത്രമല്ല, നമ്മൾ ആരും ഇനി കുടിക്കണില്ല. അതൊക്കെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഞങ്ങൾ ആർക്കും ഒരു സത്യവും ചെയ്ത് കൊടുത്തിട്ടില്ല. ഞങ്ങള് കുടിക്കും. എടാ, ഇങ്ങനെ കിടന്ന് പോഞ്ഞിട്ട കാര്യം വെട്ടൊന്ന് തുണ്ടനുണ്ട്. സമ്മതമാണെന്ന് ചോദിച്ചൂടെ? എന്റെ നിഗമനം ശരിയാണെങ്കിൽ അവള് സമ്മതിക്കാൻ തരമില്ല. അടവ് പഠിച്ചവളാ. അവക്ക് അപ്പൂട്ടന്റെ തണലും വേണം, നമ്പൂരിയെ കെട്ടിയും വേണം. ദേ, എന്നെ ചവിട്ടി തള്ളിയ ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല. വെറുതെ അതും ഇത് മോഹിക്കുന്നവനല്ല അപ്പൂട്ടൻ. മോഹിച്ചു കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ എല്ലാം തകർക്കും ഞാൻ. അതിന് എന്നോട് ചൂടായിട്ടെന്താ? അത്രയ്ക്ക് ഉളുപ്പുണ്ടെങ്കിൽ അവളോട് കാണിക്കണ. വേണ്ട, ഇനി അത് മതി ആശുപത്രിയിൽ ഇവൻ പ്രശ്നം ഉണ്ടാക്കാൻ. അപ്പുട്ട, എന്തായാലും ആ ഡോക്ടർ വരട്ടെ. അയാൾ കാമുകനാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാം. അതുവരെ നീ ക്ഷമിക്കേ. അല്ല, ഈ അപ്പൂട്ടൻസ് ക്ലിനിക്ക് എവിടെയാ? നടന്നാണ് പോകുന്നതെങ്കിൽ നേരെ ചെല്ലുമ്പോ വലതുവശത്ത്. അല്ല, നമ്മളാരാ? അവിടെ ചാർജ് എടുക്കാൻ വന്ന ഡോക്ടറാ. ഒന്ന് താത്തി വെക്കടാ. അപ്പുട്ട വന്നു. ആര്? നീ കണ്ട സ്വപ്നത്തിലെ കാമുകൻ ഡോക്ടർ. ഹായ്. ഹായ്. സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല. നമ്പൂതിരി സ്മാർട്ട് ആയിട്ടുണ്ട്, ലേശം മണം വെച്ചിട്ടുണ്ട്. എന്റെ ദൈവേ, എനിക്കിത് കാണാൻ വയ്യേ. ഇതവൻ തന്നെ. നീ ഒന്ന് ഉഷാറാവപ്പെട്ട. അവര് കണ്ട മോശം കേട്ടോ. എന്താ അവിടെ? വാ അപ്പൂട്ട. ഡോക്ടർ, ഇത് അപ്പൂട്ടൻ, മൈ സ്പോൺസർ, ഓണർ ഓഫ് ദിസ് ഹോസ്പിറ്റൽ. ഹീസ് ലവ്ഡ് ആൻഡ് ലൈക്ഡ് ബൈ എവരിബഡി. പറഞ്ഞത് മനസ്സിലായോ? നമ്മൾ തമ്മിലുള്ള ലവ് ഇവനറിയരുത്. അതായത് നീ, പിന്നെ എവരിബഡി, ഒരുത്തരറിയരുത്. ബാക്കിയുള്ളവരെയൊക്കെ അപ്പൂട്ടൻ പരിചയപ്പെടുത്തും. ആ, ഡോക്ടർ നമ്പൂരിക്ക് താമസിക്കാൻ ഒരു ഇടം വേണം. വളരെ വൃത്തിയും വെടുപ്പൊക്കെ ഉള്ള ആളാ. നന്നായി ശ്രദ്ധിച്ചേക്കണേ. ആ, ശ്രദ്ധിക്കാം. വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു. അമ്പിളി പറഞ്ഞ് ധാരാളം കേട്ടിരിക്കണു. പിന്നെ അപ്പൂട്ടനും കൂട്ടനും അന്ന് കോളേജിൽ വന്ന് കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങളെ കുറിച്ചും പറഞ്ഞു കേട്ടു. ഡോക്ടർ വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എന്തിനാ മുത്തശ്ശിയെ വിളിച്ചത്? ഒരു മുത്തശ്ശി എന്നെ എടുത്ത് വളർത്തിയത്. അവന്റെ കൈ ഒടിഞ്ഞു മതിയടാ. ബാക്കിയുള്ളവരെ കൂടി ഒന്ന് പരിചയപ്പെട്ടേ ഡോക്ടറെ. വേണ്ട, ഒരാളെ പരിചയപ്പെട്ടപ്പോ തന്നെ വല്ലാണ്ട് പറഞ്ഞു. ഇനി സമയമുണ്ടല്ലോ. ആ കസേര അവിടെ ഇട്ടേക്ക്. സിസ്റ്ററെ, ഈ സ്ക്രീൻ എടുത്ത് ഇവിടെ വെക്കോ. ഡോക്ടർ ഇരിക്കൂ. എല്ലാവരും പരിചയപ്പെട്ടില്ലേ? ഓ, എങ്ങനെയുണ്ട് അപ്പൂട്ടൻ? അപാരമായ ശാരീരിക ശേഷിയുണ്ട്. അത് മാത്രമല്ല, നല്ല മനസ്സാ. ആർക്കും വാരി കോരി കൊടുക്കും. എനിക്കും പിടിപ്പതങ്ങോട്ട് കിട്ടി. സംശയിക്കണ്ട, അമ്പിളിന്റെ വർത്താനത്തിന് പിടികിട്ടി. ഇത് ഓൻ തന്നെ. രാമൻകുട്ടി, കൈകാര്യം ചെയ്തില്ലെങ്കിൽ അമ്പിളി പിടിവിട്ട് പോവുകയാണ് പൂട്ട. ഡോക്ടർ നമ്പൂതിരിക്ക് താമസിക്കാൻ ഒഴിഞ്ഞു കിടക്കുന്ന നമ്മുടെ വടക്കേപ്പറമ്പിലെ വീടൊന്ന് സൗകര്യം ചെയ്തു കൊടുക്കണം. നിന്നെ ഉച്ചയ്ക്കൊന്ന് കാണണം. ചില കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കാനുണ്ട്. എങ്ങനെയുണ്ട് ഡോക്ടർ? കേമായിട്ട് കുളിയും തേവാരും കഴിക്കണം. സ്വസ്ഥമായൊന്ന് കിടന്നുറങ്ങണം. അത്രയല്ലേ വേണ്ടൂ, ധാരാളം മതി. സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ വീടാ. നല്ല കാറ്റ്. ഇനി പ്രകൃതി ഭംഗി ആസ്വദിക്കണോ? അതും നടക്കും. വന്നോളൂ. ഡോക്ടർക്ക് ഈ മുറി മതിയാവുമല്ലോ? മതി. പിന്നെ മുമ്പ് ഈ വീട്ടിലൊരു കുടുംബം വാടകയ്ക്ക് താമസിച്ചിരുന്നു. അതിലൊരു പെൺകുട്ടി ഈ മുറിയിലാ തൂങ്ങിച്ചത്.
ആ ഫാനിലാ കെട്ടി തൂങ്ങിയത്. കണ്ണും തുറച്ച് നാക്കും തള്ളി ദേ ഇങ്ങനെ ആടിയാടി നിന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു.